നിക്കാഹ് കഴിഞ്ഞിട്ട് 6 വർഷമാവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ആനിവേഴ്സറി വ്ളോഗാണ്. പക്ഷെ വലിയ കുറേ പ്ലാൻസ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു അടുത്തൊരു ഫാമിലി പോവാണ്. കുറച്ച് ആപ്പിൾ പിക്കിങ്ങും അതേപോലെ തന്നെ സ്ട്രോബെറി പിക്കിങ്ങും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മൈ ലിറ്റിൽ വ്ളോഗ്. ലിറ്റിൽ വ്ളോഗ് എന്നൊക്കെ ഇപ്പോൾ പറയാൻ നിവർത്തിയുള്ളൂ കേട്ടോ. വ്ളോഗിന് നല്ലൊരു പേര് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. കമൻറ്റ് ബോക്സ് അങ്ങ് നിറയ്ക്കൂ ഗൈസ്. ചുമ്മാ ഞങ്ങളുടെ പ്രഹസനം കഴിഞ്ഞാൽ സാക്കിയുടെ പ്രഹസനം കാണാം കേട്ടോ. അവന് പറയാനുള്ളത് കേട്ടിട്ട് തിരിച്ചു വരാവേ. വിളിക്കാപ്പാനെ. ഉത്തരവാദിത്വ ബോധമുള്ള എൻ്റെ കെട്ടിയും ഡെബിറ്റ് കാർഡ് എടുത്തു എന്നൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ചോദിക്കുന്നുണ്ടേ. ഇനിയും വൈകിയാൽ ഞങ്ങളെ എടുത്ത് കിണറ്റി കളയപ്പ, അതുകൊണ്ട് ഓടിപ്പോയേക്കാം. രാവിലെ തൊട്ട് മഴയാണ് കേട്ടോ. ഇന്നത്തെ പോക്ക് എങ്ങനെ ആകുന്ന ഒരു ഐഡിയ ഇല്ല. ഇച്ചിരി മഴ നനയാൻ ഓർത്തു. ഇനി ഇത് മാറ്റി വെച്ചാൽ പിന്നെ നടക്കില്ല, കാരണം സമ്മർ തീരാറായി. സാക്കിനെ കാർ സീറ്റിൽ സെറ്റ് ചെയ്യുന്ന സമയത്തെ നമുക്ക് വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം കേട്ടോ. മഴ പെയ്ത് തോർന്നു നിൽക്കുന്ന കാലാവസ്ഥയാണ് ഇന്ന്. ചെറിയ തണുപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കട്ടിയുള്ള ക്ലോത്ത്സാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഔട്ട്ഡോർ ആണല്ലോ നമ്മളിന്ന് മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തണുപ്പൊരു സീനാവണ്ട. നമ്മുടെ വീട്ടിൽ നിന്ന് എക്സാക്ട്ലി 10 മിനിറ്റ് ദൂരമാണ് ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലത്ത്. ബാരി ഹിൽ ഫാംസ് എന്നാണ് പ്ലേസിൻ്റെ പേര്. എത്രയോ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് അവർ പലതരം കൃഷി ചെയ്തിരിക്കുകയാണ്. എനിക്ക് പൊതുവേ അഗ്രികൾച്ചർ, ചെടികൾ, ഗാർഡനിങ് എന്നൊക്കെ പറഞ്ഞാൽ 4 കാല് വീഴാറുണ്ട്. അതുകൊണ്ട് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലേസ് എത്തിയിട്ടോ. ബാരി ഹിൽ ഫാംസ് ദേ കണ്ടില്ലേ. സ്റ്റോളിലൊരു നല്ല യൂസ്ഫുൾ ടെക്നോളജി ആണെങ്കിലും എടുക്കുക, തിരിച്ചു വെക്കുക എന്തൊക്കെ എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞങ്ങളുടെ ഇടയിൽ ഇക്കയാണ് മെയിനായിട്ട് സ്റ്റോളിൻ്റെ പരിപാടി ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പറയാൻ വലിയ വോയിസ് ഒന്നുമില്ല. അപ്പോൾ ആദ്യം നമ്മൾ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. ഈ ഫാമിലുണ്ടായ ഫ്രഷ് പ്രൊഡക്ട്സ് ആണ് മാർക്കറ്റിലുള്ളത്. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. മാർക്കറ്റിലെ കാഴ്ചകൾ ഞാനൊന്ന് പെട്ടെന്ന് കാണിക്കാം. എന്നിട്ട് അവസാനം നമ്മൾ പ്രൊഡക്ട്സ് എന്തെങ്കിലും വാങ്ങുമ്പോൾ വിശദമായി കാണിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് മാർക്കറ്റിലെ കാഴ്ചകൾ. ടിക്കറ്റ് എടുത്ത് പുറത്തിറങ്ങിയിട്ട് നമ്മൾ പിക്ക് ചെയ്യുന്ന ഫ്രൂട്ട്സ് ഇടാനുള്ള ബാസ്ക്കറ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് വാഗണിലോട്ട് കയറാം. ബ്ലൂബെറി പിക്ക് ചെയ്യാൻ വേറെ വാഗണിലോട്ടും ആപ്പിൾ, സ്ട്രോബെറി ആൻഡ് റാസ്ബെറി പിക്ക് ചെയ്യാൻ വേറെ ഒന്നിലോട്ടുമാണ് കയറേണ്ടത്. ഞങ്ങൾ രണ്ടാമത്തെ വാഗനാണ് ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്ലൂബെറി പിക്ക് ചെയ്യാൻ പോകാം. ഒരാൾക്ക് $9 ടിക്കറ്റിന്, 2 പേർക്ക് $18. സാക്കിക്ക് ഫ്രീ ആണ് കേട്ടോ. നമുക്ക് ഫാമിലോട്ട് പോകുമ്പോൾ എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും കഴിക്കാം. നമ്മൾ പിക്ക് ചെയ്ത് ബാസ്ക്കറ്റിൽ നിറയ്ക്കുന്നത് മാത്രമേ വേ ചെയ്യുള്ളൂ. അപ്പോൾ ഉള്ള വെയിറ്റിൻ്റെ ഫ്രൂട്ട്സിന് എത്ര റേറ്റ് ആണോ അത് നമ്മുടെ ടിക്കറ്റിൽ നിന്ന് ഡിഡക്റ്റ് ആവും. സ്ട്രോബെറിക്ക് ഒരു LBക്ക് $6 അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യുന്നത് ഒരു LB ആണെങ്കിൽ അതിന് നമ്മൾ പേ ചെയ്യേണ്ട, ടിക്കറ്റിൻ്റെ ക്യാഷിൽ ഇൻക്ലൂഡഡ് ആണ്. $9 ആയതുകൊണ്ട് നമുക്ക് ഏകദേശം 1.5 LB സ്ട്രോബെറി പറിക്കാം. അതിൽ കൂടുതൽ പറിച്ചാൽ പേ ചെയ്യണം. അതാണ് ഇതിൻ്റെ ടെക്നിക്ക് കേട്ടോ. മനസ്സിലായോ? നല്ല കുലുക്കമാണ് കേട്ടോ വാഗനർ. അതുകൊണ്ട് ഷേക്കിംഗ് ഉണ്ടാകുകയെ. പ്ലീസ് എക്സ്ക്യൂസ് മീ ഗൈസ്. കഴിഞ്ഞ വർഷം ഈ സമയം ഞാൻ സാക്കിനെ പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ. ഏകദേശം ഫുൾ ടേം ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വട്ടം പോയിട്ടില്ല. പപ്പായും മമ്മായും പ്രസവ ആവശ്യത്തിനായി വന്നിരുന്നേ. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഏകദേശം 50 ദിവസത്തെ ഗ്യാപ്പിൽ ഇക്കയുടെ കസിൻ സിസ്റ്ററിന് ഡ്യൂ ഡേറ്റ് ആയിരുന്നു. പപ്പായും മമ്മായും അവളുടെ ഉമ്മയും വാപ്പിയും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവരെല്ലാവരും കൂടിയാണ് കേട്ടോ ഈ ഫാം വിസിറ്റ് ചെയ്യാൻ പോയത്. അവർക്ക് നയാഗ്ര കഴിഞ്ഞാൽ പിന്നെ ക്യാൻഡിൽ ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് ഇത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മത്തൻ്റെ ഒരു വെറൈറ്റിയാണ്. അധികം പടർന്നു പോകാത്തൊരു ടൈപ്പ്. ഹാലോവിൻ സമയത്ത് ഇവിടെ പംകിൻ്റെ ഒരു ഉത്സവം തന്നെയായിരിക്കും. മത്തങ്ങയും പ്രേതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ താല്പര്യമില്ല, കാരണം എനിക്ക് പേടിയാണ്. ആദ്യം നമ്മളെ കൊണ്ടുപോകുന്നത് ആപ്പിൾ തോട്ടത്തിലോട്ടാണ്. പക്ഷേ ഈ കാണുന്നിടത്തല്ല കേട്ടോ. ഇവിടുത്തെ ആപ്പിളൊന്നും പാകമായിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ ദൂരെ അങ്ങ് സന്ദീപിൻ്റെ വീടിൻ്റെ അപ്പുറത്തോട്ട് പോകട്ടോ. ട്രക്കിലെ കുറച്ച് വൈബൊക്കെ ഉണ്ടെങ്കിലും ഈ കുലുക്ക് നല്ല ടയർഡാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓർക്കുമായിരുന്നു ഈ സ്ഥലത്തൊന്നും ആപ്പിൾ നട്ടുവെക്കാതെ അങ്ങ് ദൂരെ പോകുന്ന എന്തിനാന്ന്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്തെ എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടിരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. ഈ വൈബാണ് കേട്ടോ എനിക്കിവിടെ വരുമ്പോൾ. ആപ്പിളൊക്കെ പഴുത്ത് വരുന്നതേ ഉള്ളേ. എന്നാലും ഒരു മലയാളിക്ക് ഫ്രഷ് ആപ്പിളൊക്കെ കാണുമ്പം ഒരു അത്ഭുതം തന്നെയാണല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞ് ആപ്പിളിറ്ററിനെ കാണിച്ചു തരാവേ. സഖിക്ക് എന്നും സ്വന്തമായിട്ട് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അതൊന്നും ഒരു ഗെയിം ആയിട്ടാണ് എടുക്കുന്നതെന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി. കടിച്ചെടുക്കുന്നുണ്ടിട്ടേ ഒരു കുഞ്ഞ് അണ്ണാനെ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ആ കുഞ്ഞി അണ്ണാൻ്റെ രക്ഷിതാവിൻ്റെ ആപ്പിൾ കഴിപ്പ് കാണാവേ നമുക്കിനി. ഇക്ക കംപ്ലീറ്റ് ആപ്പിളിൻ്റെ തൊലി കഴിഞ്ഞിട്ടേ കഴിക്കാറുള്ളൂ കേട്ടോ വീട്ടിൽ. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആഫ്റ്റർ സോ ലോങ് ആപ്പിൾ തൊലിയോടുകൂടി കഴിക്കുമായിരുന്നു.
സഖിക്ക് മഴയും കാറ്റും ഒന്നും ഒരു പ്രശ്നമല്ലാന്ന് തോന്നുന്നു കേട്ടോ. അവനും അവൻ്റെ ആപ്പിളും അതാണിപ്പോൾ അവൻ്റെ ലോകം. ചുറ്റുമുള്ള ഒന്നും ആൾക്ക് കാണുന്നില്ല. ബാപ്പ നമുക്ക് ഓടിപ്പോയി ട്രക്കിലോട്ട് കയറാം കേട്ടോ. ആക്ച്വലി നമുക്കിപ്പോൾ ഒരു കൺഫ്യൂഷനായിരുന്നേ, തിരിച്ചു പോവാണോ അതോ മഴ കഴിയുമ്പം പിന്നെയും ഫാമിലോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ കാഴ്ചകളെല്ലാം അതിമനോഹരമായിരുന്നു കേട്ടോ. മഴ പെയ്ത് നനഞ്ഞു നിൽക്കുന്നത് കാണുമ്പോഴേ കാടിൻ്റെയും വഴികളുടെയും ഒക്കെ ഭംഗി കൂടുന്നത് പോലെ തോന്നിയേ. ചെറിയ ചാറ്റൽ മഴ അകത്തോട്ടും അടിക്കുന്നുണ്ട് കേട്ടോ. മഴ കഴിയുന്നത് വരെ ട്രക്കിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ദേ നോക്കിയേ, ആപ്പിൾ തോട്ടമൊക്കെ നനഞ്ഞ് കുളിച്ച് നിൽക്കുന്നത് കണ്ടോ. അത് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങളുടെ പ്ലാൻ ഒരു പ്ലാസ്റ്റിക് ബാഗ് തലയിലിട്ട് മഴ നനഞ്ഞ് നടന്നാലോ എന്നായിരുന്നു കേട്ടോ. സാക്കിയുടെ ബർത്ത്ഡേ അടുത്ത് വരുന്നത് കൊണ്ട് റിസ്ക് എടുത്തില്ല. അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നാളും കൂടി നനഞ്ഞേനെ. മഴ നനഞ്ഞ് പനി പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിടിക്കട്ടെ. ഇത്ര ധൈര്യത്തോടു കൂടി പറയുന്നതേ ഞങ്ങൾ രണ്ടാളും വെക്കേഷനിലാണേ. മഴയൊക്കെ നന്നായി തോന്നുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ സ്ട്രോബെറി ഫീൽഡാണേ. That was a funny time. Yeah. Did you have fun? Yeah. Go pick berries now. Yeah. See you. Have a good day. സാക്കി ഉള്ളതുകൊണ്ട് എവിടെ പോയാലും ഞങ്ങൾക്കിപ്പോൾ പ്രത്യേക കൺസിഡറേഷനാണ്. പുള്ളി നമുക്ക് കുറച്ച് ഡയറക്ഷൻസ് ഒക്കെ തന്നു കേട്ടോ. ടുവേർഡ്സ് ലെഫ്റ്റ് സ്ട്രോബെറിയും ടു ദ റൈറ്റ് റാസ്ബെറി ആണെന്ന്. ട്രക്ക് ഓരോ 15 മിനിറ്റിലും വരും. നമുക്ക് വേണമെങ്കിൽ ആദ്യം വരുന്ന ട്രക്കിൽ കയറിയാൽ മതി, ഇല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്നതിൽ കയറാം. അപ്പോൾ നമുക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും ഫാമിലി സ്പെൻഡ് ചെയ്യാമേ. ആദ്യം ഈ വട്ടം അമ്മ ഗണപതിക്ക് നല്ലതാണോ നോക്കിയിട്ട് അമ്മ 2 മക്കൾക്കും കൊടുക്കും. ഇക്ക അവിടെ ഇരുന്ന് അതിൻ്റെ ഇലയെങ്കിലും ഒന്ന് കളയാനാണ് കേട്ടോ പറയുന്നത്. അതൊന്നും കുഴപ്പമില്ല, എല്ലാം നല്ല ന്യൂട്രിയൻസ് ആണെന്നാണ് എൻ്റെ വാദം. ഇനി നല്ല 2 അമ്മ മക്കൾക്ക് പിക്ക് ചെയ്യട്ടെ. എല്ലാം നല്ലതാണെന്നേ, മക്കൾക്കാകുമ്പോൾ പിക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്, പ്രത്യേകിച്ച് കുഞ്ഞു സാക്കിക്ക്. കാരണം ബെറീസിൽ നിന്ന് ഫുഡ് പോയ്സൺ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എക്സ്പേർട്ട് സ്ട്രോബെറി ഈറ്റർ സ്ട്രോബെറി കഴിക്കുന്നത് കണ്ടോ. ഞാൻ നേരത്തെ കസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവളുടെ മോളുടെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് സ്ട്രോബെറി. ഞങ്ങളുടെ ചെത്തിപ്പൂ. അവൾ സ്ട്രോബെറി പിടിച്ച് കഴിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇനി രണ്ടുപേരും ഒരുമിച്ചാണ് ഡേ കെയറിലൊക്കെ പോകാൻ പോകുന്നത്. എന്താകുമോ എന്തോ. ഒരു സൈഡിൽ കൂടെ പിക്കിങ്ങും പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലോത്ത്സിലൊക്കെ ആകുമെന്ന് പറഞ്ഞ് പിടിച്ചു കൊടുക്കുവാണ് സ്ട്രോബെറി. അതവന് ശരിക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ സ്ട്രോബെറിയുടെ പരിപാടി കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ ആദ്യം തുടങ്ങിയ സ്ഥലത്ത് എത്തിയിട്ടോ. നേരത്തെ പറഞ്ഞില്ലേ 2 ട്രക്ക് ഉണ്ടായിരുന്നു എന്ന്. ഇനി അതിൽ രണ്ടാമത്തെ ചോയ്സ് എടുക്കാൻ പോവാണ് കേട്ടോ, ബ്ലൂബെറി പിക്ക് ചെയ്യാൻ. സാക്കി ഇച്ചിരി അലമ്പാവാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. മെയിൻ റീസൺ അവൻ്റെ കയ്യിൽ നിന്ന് സ്ട്രോബെറി വാങ്ങിയെടുത്തത് കൊണ്ടാണ്. അവൻ ഇടയ്ക്ക് വെച്ച് കുറച്ച് യോഗോട്ട് കൊടുത്തു. വിശക്കാൻ ചാൻസ് ഒന്നുമില്ല, എന്നാലും കുറച്ചങ്ങ് കൊടുത്തു. ബ്ലൂബെറി ഫീൽഡിലോട്ട് ഒരുപാട് ദൂരം ഇല്ലായിരുന്നു കേട്ടോ, പെട്ടെന്ന് എത്തി. നമ്മൾ ട്രക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് നിൽക്കുന്നതെല്ലാം ആളുകൾ പിക്ക് ചെയ്തുകൊണ്ട് പോയേ. അപ്പോൾ അവിടെ നല്ല ബ്ലൂബെറി ഒന്നും ഇല്ലായിരുന്നു, എല്ലാം പച്ചയായിരുന്നു. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാവേ. ശരിയാണ്, അകത്തോട്ട് പോകുമ്പോൾ നല്ല മധുരമുള്ള പഴുത്തത് നിൽപ്പുണ്ടായിരുന്നേ. പക്ഷേ എന്നാലും കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ അത്രയും വലുപ്പമില്ല. കുഞ്ഞു കുഞ്ഞു ബ്ലൂബെറി ആയിരുന്നു ഒക്കെ. നല്ലത് നോക്കി സാക്കയ്ക്ക് 2-3 കൊടുത്തേ. സാക്കയുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഫ്രൂട്ടാണ് കേട്ടോ ബ്ലൂബെറി. പിക്ക് യുറോൺ എന്ന് പറയുമ്പോഴേ ഈ ഫാമിൽ മുഴുവൻ പോയി അങ്ങ് പിക്ക് ചെയ്യാന്നല്ല കേട്ടോ. കുറച്ച് ഡെസ്റ്റിൻഡ് ഏരിയ ഉണ്ട്, അവിടുന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അങ്ങോട്ട് പോകാൻ നമുക്ക് ഫാം തന്നെ അമ്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. വാഗൺ പോലെയോ ബാസ്ക്കറ്റ് പോലെയോ ഒക്കെ. ചിലർ പറയുന്നു ആദ്യത്തെ ഹാർവെസ്റ്റ് ഇവരെടുക്കും, പിന്നെ ആ ചെടിയിൽ ബാക്കി ഉണ്ടാകുന്നതാണ് ഇങ്ങനെ ആളുകൾക്ക് പിക്ക് ചെയ്യാൻ കൊടുക്കുന്നതെന്ന്. പക്ഷേ ഒരു ചെറിയ ഭാഗം മാത്രം ആളുകളെ കൊണ്ട് പിക്ക് ചെയ്യിപ്പിച്ചിട്ട് മാർക്കറ്റിങ്ങിനുള്ള വഴിയാണെന്നാണ് വേറെ ചിലർ പറയുന്നത്. രണ്ടും ആക്ച്വലി മേക്ക് സെൻസ്. എക്സാക്റ്റ് എന്താ ടെക്നിക്ക് എന്ന് എനിക്കറിയില്ല കേട്ടോ. ബ്ലൂബെറി പിക്ക് ചെയ്ത് ബാസ്ക്കറ്റ് നിറയ്ക്കുന്ന ഒരു ടാസ്ക്കാണ്. ഈ കുഞ്ഞ് ബെറീസ് പറിച്ച് അത് ബാസ്ക്കറ്റ് നിറഞ്ഞു വരാൻ കുറേ സമയമെടുക്കും. എൻ്റെ അമ്മീനെ ഇങ്ങോട്ട് എപ്പോഴേലും കൊണ്ടുവരുമ്പോൾ എനിക്കിവിടെ കൊണ്ടുവരണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. എപ്പോഴാണോ അതിന് സാധിക്കുക. എനിക്ക് ഉറപ്പാണ് അമ്മ നന്നായി എൻജോയ് ചെയ്യും. സാക്കിക്ക് പതുക്കെ ബോറടിക്കാൻ തുടങ്ങിയേ. അവനങ്ങ് കയ്യിലെടുക്കാം, ഇല്ലെങ്കിൽ കുഞ്ഞ് അലമ്പം നല്ല സീനാക്കും. ഇനി ഉള്ള സമയം പാഴാക്കേണ്ടെന്ന് വെച്ചിട്ടേ ബാക്കിയുള്ള ബെറീസും കൂടെ പിക്ക് ചെയ്ത ബാസ്ക്കറ്റ് നിറയ്ക്കാൻ നോക്കുവാണ് കേട്ടോ. പിക്ക് ചെയ്യുന്നതൊരു ആർട്ടാണ്. ഇങ്ങനെ സൂക്ഷിച്ച് നല്ലത് ഏതാണെന്ന് നോക്കിയെടുത്ത് ബാസ്ക്കറ്റിൽ നിറയ്ക്കുക. പ്രത്യേകിച്ച് ബ്ലൂബെറി, കാരണം അത് നല്ല ചെറുതല്ലേ. അപ്പോൾ അത് സൂക്ഷിച്ചെടുത്ത് പിക്ക് ചെയ്യുന്നത് നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഇത്രയും പിക്ക് ചെയ്തിട്ടോ. ഒരുപാട് എടുക്കുന്നില്ല, കാരണം പെട്ടെന്ന് കേടായിപ്പോൾ. നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കേടാക്കി കളയേണ്ട കാര്യമില്ലല്ലോ. അത്യാവശ്യം കുറേ കഴിക്കുകയൊക്കെ ചെയ്തു. സാക്കിയും കണ്ട് അപ്രൂവ് ആക്കിയിട്ടുണ്ടേ. പക്ഷേ എന്നാലും അങ്ങോട്ട് മനസ്സ് സമ്മതിക്കുന്നില്ല. കുറച്ചും കൂടി അങ്ങ് പറിക്കാൻ ഓർത്തു. അപ്പോൾ ലാസ്റ്റത്തെ ഫൈനൽ ടച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിയേ. ഇവിടെ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ പുറമെ അതുകൊണ്ടുണ്ടാക്കിയ ജാമും സോസും പോലുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ.
അതേപോലെ ഡയറി ആൻഡ് മീറ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ക്യാറ്റിൽ ഫാം ഒന്നും കണ്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ ഭാഗം മാത്രമല്ലേ ഈ ഫാമിൻ്റെ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ പലതും നമ്മൾ മിസ്സായിട്ടുണ്ടാവും. ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഈ സമ്മറിൽ സൺഫ്ലവർ ഫീൽഡിൽ പോകണമെന്ന് ഓർത്തതാണ്. അതുപോലെ ലാവൻഡർ ഫീൽഡിലും രണ്ടും നടന്നില്ല. ട്യൂലിപ്പ് ഫാമിൽ പോയായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ വ്ലോഗ് എടുക്കുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണുമായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്നതേ മത്തൻ്റെ പൂവാണ് കേട്ടോ. അതെനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയേ. അമ്മ പണ്ട് മത്തൻ്റെ പൂവും ഇലയും മുട്ട ചിക്കി ഒരു തോരൻ വെക്കുമായിരുന്നേ. പക്ഷെ അന്ന് മത്തൻ്റെ ഇലയും പൂവും ഒക്കെ ഇങ്ങനെ കറി വെക്കുമ്പോഴേ അതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് തീരെ പറ്റില്ലായിരുന്നു. എനിക്ക് തലവേദന എടുക്കുമായിരുന്നു. ഇപ്പം അതൊക്കെ കാണുമ്പോൾ ഒരു കൊതി തോന്നുന്നുണ്ടേ. അന്ന് നമ്മൾ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് മത്തൻ്റെ ഇലയിലും പൂവിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഹാർട്ടിന് ഒരുപാട് നല്ലതാണെന്ന് പറയുമായിരുന്നേ. അതിലെത്രത്തോളം വാസ്തവം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അമ്മ എന്ത് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ പറഞ്ഞാൽ നമ്മളെ കഴിപ്പിക്കുന്നത്. ഇതിലതുണ്ട്, ഇതിലിതുണ്ട്, ഇതിന് നല്ലതാണ് എന്നൊക്കെ. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ ആയിരിക്കും അല്ലേ? ഇനിയിപ്പം ഞാൻ സാക്കിയുടെ അടുത്ത് ഫോളോ ചെയ്യാൻ പോകുന്ന ടെക്നിക്കും അത് തന്നെയാണ്. ഇതിനെല്ലാം പുറമെ ഒരു ബേക്കറി സെക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. മഫിൻസും ചോക്കോ പൈയും ബട്ടർ ടാർട്ടും ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നേ അതിൻ്റെ അകത്ത്. പിന്നെ അതേപോലെ തന്നെ യോഗേർട്ടും ഐസ്ക്രീംസും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവരിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. നമുക്കും അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കാം. ചില കാര്യങ്ങളെ നമ്മളങ്ങനെ ആലോചിച്ച് തല ഉണ്ടാക്കി ടൈം കളയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അവർ പറയുന്നതെല്ലാം അക്ഷരം പ്രതി വിശ്വസിക്കാം. വിശ്വാസം അതല്ലേ എല്ലാം. ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്യുമ്പോഴേ ആ സന്ദർഭത്തിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് ഓർത്ത് വെച്ച് പറയുവാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് ബില്ലിംഗ് കൗണ്ടറിലെത്തി. നമ്മൾ ഇത്രയും സാധനങ്ങളാണ് പിക്ക് ചെയ്തത്. നമുക്കിന്നൊരു അബദ്ധം പറ്റിയായിരുന്നു കേട്ടോ. നമ്മളെടുത്ത ടിക്കറ്റില്ലേ, നമ്മളെടുത്ത ടിക്കറ്റിൻ്റെ അത്രയും സാധനങ്ങൾ നമ്മൾ പിക്ക് ചെയ്തിട്ടില്ല. നമുക്കിതിൽ കൂടുതൽ പിക്ക് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് ആ ടിക്കറ്റിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ചു പോകുന്നു ചോദിച്ചു. പക്ഷെ ഞങ്ങളത് ഓപ്റ്റ് ചെയ്തില്ല. കാരണം ഇനിയും തിരിച്ചു പോയി, ഇനി എപ്പോൾ വീട്ടിലെത്താനെന്ന് ഓർത്ത് മടി പിടിച്ചിരുന്നു കേട്ടോ. അപ്പം ബാക്കിയുള്ള പൈസ അവർ തിരിച്ചു തരില്ല. ബാക്കി ഞങ്ങൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചായിരുന്നു. അതിലോട്ട് ഇടുമെന്ന് ചോദിച്ചിട്ട് അവർ ചെയ്തില്ലേ. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ കുറച്ച് എൻജോയ് ചെയ്തല്ലോ, അത് തന്നെ വലിയ കാര്യം. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നല്ല ഹാപ്പി ആയിരുന്നു ഇന്നത്തെ ദിവസം. മഴയും ചെറിയ തണുപ്പും. സത്യം പറഞ്ഞാൽ ഒരുപാട് ചൂടുള്ളതിനേക്കാളും നല്ലത് കുറച്ച് മഴയായിരുന്നു കേട്ടോ. വൈകുന്നേരം നമുക്കൊരു മുട്ട പപ്സ് ഉണ്ടാക്കാവേ. ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കുന്നില്ല കേട്ടോ. ടേസ്റ്റ് അടിപൊളിയായിരുന്നു, പക്ഷെ ഒരു ലുക്കും ഇല്ലായിരുന്നു. നമ്മൾ ചോറാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോൾ കസിൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ ഓൾറെഡി ചോറ് കഴിച്ചു. അവർക്കിനി ചോറ് വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു ഈ പപ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. പപ്സിൻ്റെ ഷീറ്റ് വെളിയിലെടുത്ത് വെച്ച് 2 മണിക്കൂറെങ്കിലും തണുപ്പ് കംപ്ലീറ്റ് കളയണം. പക്ഷെ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് അങ്ങ് പരത്തി ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പപ്സിന്. പ്രത്യേകിച്ച് പിറ്റേ ദിവസം എടുത്ത് കഴിച്ചപ്പോഴേക്കും, പിറ്റേ ദിവസം എടുത്ത് ഓവനിൽ വെച്ച് ഒന്നും കൂടെ ചൂടാക്കിയപ്പോഴേ അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരു ദിവസമേ ഞാൻ എങ്ങനെയാണ് പഫ്സ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാവേ. അപ്പോൾ നമ്മൾ പഫ്സൊക്കെ സെറ്റ് ചെയ്ത് ഓവനിലോട്ട് വെക്കട്ടെ കേട്ടോ. അപ്പം ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. മറക്കണ്ടെന്ന് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.